വിവാഹം 5 മുതൽ 6 വരെ മാസത്തേക്ക് മാറ്റിവെക്കാം. സ്വർണ്ണവില ഉറപ്പായും കുറയും. ഇത് സംഭവിക്കണം. അതുവരെ ലക്ഷത്തിൽ തന്നെ. സ്വർണ്ണവില കുറയുമെന്ന പ്രതീക്ഷകളൊക്കെ ആളുകൾക്ക് ഏറെക്കുറെ നഷ്ടപ്പെട്ട ലക്ഷണമാണ്. കാരണം ഓരോ ദിവസം വില മുകളിലേക്ക് പോകുന്നതല്ലാതെ താഴേക്ക് ഇറങ്ങുന്ന സൂചനയൊന്നും കാണുന്നില്ല. ഈ സമയത്ത് വിവാഹങ്ങളൊക്കെ അല്പം നീട്ടിവെക്കുന്നതാണ് നല്ലതെന്ന് സാമ്പത്തിക വിദഗ്ധയായ മേരി ജോർജ് പറയുന്നു. കാരണം കുറച്ചൊന്ന് കാത്തിരുന്നാൽ സ്വർണ്ണവില കുറയുക തന്നെ ചെയ്യണം. അതിന് ചിലത് സംഭവിക്കേണ്ടതുണ്ടെന്നും സി മലയാളത്തിന് നൽകിയ പ്രതികരണത്തിൽ മേരി ജോർജ് വ്യക്തമാക്കുന്നു. മേരി ജോർജ് പറയുന്നത് ഇങ്ങനെ: ബജറ്റിലെ സ്വർണ്ണത്തിന്റെ ജിഎസ്ടിയിൽ മാറ്റം വന്നാല് വില കുറയുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഇന്ത്യ ജിഡിപിയിൽ 4ാമതാണ് എന്ന് പറയുമ്പോഴും ഒന്നാമത് നിൽക്കുന്ന $33 ട്രില്യൺ ഉള്ള അമേരിക്കയും $4 ട്രില്യൺ താഴെയുള്ള ഇന്ത്യയും തമ്മിലുള്ള താരതമ്യം വളരെ ശുഷ്കമാണ്. കഴിഞ്ഞ ബജറ്റിൽ സ്വർണ്ണത്തിന്റെ ഇറക്കുമതി ചുങ്കം കുറച്ചിരുന്നു. ഈ പ്രാവശ്യം അങ്ങനെ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ബജറ്റിന് സ്വർണ്ണവിലയെ കാര്യമായി സ്വാധീനിക്കാനാകുമെന്ന് കരുതുന്നില്ല. സ്വർണ്ണാഭരണങ്ങൾക്ക് വെറും 3% ജിഎസ്ടി ഉള്ളത്. നിത്യോപയോഗ സാധനങ്ങൾക്ക് പോലും 5% ജിഎസ്ടി ഉണ്ട്. അതുകൊണ്ട് ജിഎസ്ടി ഇളവ് പ്രതീക്ഷിക്കേണ്ടതില്ല. പക്ഷേ ആഗോളതലത്തിലെ സാധ്യതകളുണ്ട്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം ഒതുങ്ങിയിട്ടുണ്ട്. ഗ്രീൻലാൻഡിന് മേല് അമേരിക്ക പിടിമുറുക്കുമെന്നാണ് പറയുന്നത്. എതിർക്കുന്ന രാജ്യങ്ങൾക്ക് മേല് കൂടുതൽ ചുങ്കം ചുമത്തുമെന്നാണ് അമേരിക്കയുടെ ഭീഷണി. ഇത്തരം സാഹചര്യങ്ങളുള്ളപ്പോൾ സ്വർണ്ണത്തിന്റെ വില ഉയരുന്നത് പ്രതീക്ഷിക്കാവുന്നതാണ്. ട്രംപ് എടുത്തിരിക്കുന്ന തീരുമാനങ്ങളൊക്കെ മാറി ട്രംപ് അധികാരത്തിൽ വരുന്നതിന് മുൻപുള്ള ആഗോള വ്യവസ്ഥിതിയിലേക്ക് എത്തണം. എങ്കിലേ സ്വർണ്ണവില താഴേക്ക് വരൂ. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ വില 70,000-ന് താഴേക്ക് എത്തണമെങ്കിൽ ട്രംപ് കൊണ്ടുവന്ന വ്യാപാര യുദ്ധം, ഗ്രീൻലാൻഡിനെ ആക്രമിക്കുക പോലുള്ള പരിപാടികളൊക്കെ മാറണം. ഇന്ത്യയുമായി വ്യാപാര കരാറുണ്ടാക്കുക, ചൈനയ്ക്ക് മേലുള്ള 500% നികുതി വെട്ടിക്കുറയ്ക്കുക, അങ്ങനെയുള്ള തീരുമാനങ്ങളിലേക്ക് ട്രംപ് എത്തണം. എങ്കിൽ ആഗോളതലത്തിൽ ഓഹരി വിപണികൾ ശക്തമാകും. ഓഹരികളിൽ നിക്ഷേപം സാധ്യമാകും. ഡോളറിലെ നിക്ഷേപവും സാധ്യമാകും. അപ്പോൾ സ്വർണ്ണവില താഴേക്ക് വരും. കാരണം സ്വർണ്ണത്തിന്റെ ഡിമാൻഡ് അപ്പോൾ കുറയും, വില താഴും. അതുവരെ കാത്തിരിക്കുകയേ നിവൃത്തിയുള്ളൂ. ഇന്ത്യയെ സംബന്ധിച്ച് ബജറ്റ് വരാൻ നോക്കിയിരിക്കുന്നതിനേക്കാളും രൂപയുടെ മൂല്യം വർദ്ധിക്കുകയാണ് വേണ്ടത്. ഡോളർ രൂപ വിനിമയ നിരക്ക് വർദ്ധിക്കണം. ഈ വർഷമുണ്ടായ അസാധാരണമായ വ്യാപാരക്കമ്മി മൂലമാണ് രൂപയുടെ മൂല്യം താഴേക്ക് പോയത്. അത് പിടിച്ചു നിർത്തണമെങ്കിൽ റിസർവ് ബാങ്ക് ശേഖരത്തിലെ സ്വർണ്ണം ഇറക്കണം, അല്ലെങ്കിൽ ഡോളർ പുറത്തേക്ക് ഇറക്കണം. അങ്ങനെയെങ്കിൽ രൂപയുടെ മൂല്യം വർദ്ധിപ്പിക്കാൻ കഴിയും. അപ്പോൾ സ്വർണ്ണത്തിന്റെ വില ഇന്ത്യയിൽ അല്പം കുറയും. ഇന്ത്യ അമേരിക്ക വ്യാപാരക്കരാർ ഉടനെ യാഥാർത്ഥ്യമാകുന്ന സാഹചര്യമാണെങ്കിൽ റിസർവ് ബാങ്ക് കമ്മട്ടത്തിൽ നിന്ന് ഡോളർ ഇറക്കാനിടയില്ല. ഉപഭോക്താക്കൾക്ക് അല്പം കാത്തിരിക്കാം. വിവാഹം ആസൂത്രണം ചെയ്യുന്നുണ്ടെങ്കിൽ 5 മുതൽ 6 വരെ മാസത്തേക്ക് മാറ്റിവെക്കാം. അതിലൊരു അപകടവുമില്ല. അല്ലെങ്കിൽ അത്യാവശ്യ സ്വർണം മാത്രം ഇപ്പോൾ കൊടുക്കുക. സ്വർണ്ണവില ഉറപ്പായും താഴും. വ്യാപാരക്കരാർ യാഥാർത്ഥ്യമാകുന്നതുവരെ വില 1 ലക്ഷത്തിൽ കിടന്നു കളിക്കും.